മേരി മഗ്ദലനയോട് ഞാൻ ഒരു വാക്കുപോലും പറഞ്ഞില്ല. അവൾ ഒരു പ്രതിമയായിരുന്നെന്ന പോലെ ഒരു നിമിഷത്തേക്ക് ഒന്ന് നോക്കി, എന്നിട്ട് ഞാൻ നടന്നു മാറി. രക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ജീവനുള്ളവരുടെ പക്കലേക്ക് ഞാൻ പോയി. വളരെ അശ്രദ്ധമെന്ന് തോന്നത്തക്ക വിധത്തിലാണ് അവളോട് ഞാൻ വർത്തിച്ചത്. ഒരു കഷ്ണം മാർബിൾ എന്ന പോലെയോ മരിച്ചുപോയ ഒരു വ്യക്തി എന്ന പോലെയോ ആണ് അവളോട് ഞാൻ വർത്തിച്ചത്. എന്നാൽ രക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ആ പാവപ്പെട്ട ആത്മാവിനെ ലക്ഷ്യം വയ്ക്കാത്ത ഒരു വാക്കോ പ്രവൃത്തിയോ എന്നിൽ നിന്നുണ്ടായില്ല. അവസാനം ഞാൻ പറഞ്ഞ വാക്കുകൾ: ഞാൻ ആരെയും നിന്ദിക്കുന്നില്ല, നിങ്ങൾ ആരെയും നിന്ദിക്കരുത്, പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വേറൊന്നും ചെയ്യേണ്ട. ഒരു പൂമാലയുടെ അറ്റങ്ങൾ രണ്ടും കൂട്ടിക്കെട്ടുന്നത് പോലെ ഈ വാക്കുകൾ മലയിൽ വെച്ച് ഞാൻ പറഞ്ഞ വാക്കുകളോട് ചേർക്കേണ്ടതാണ്. ദേഷ്യത്തേക്കാൾ ഉപകാരപ്രദം ക്ഷമിക്കുന്നതാണ്. സഹതാപം കാർക്കശ്യത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ഈ വാക്കുകൾ നികൃഷ്ടയായ ആ സാധുവിനെ കുളിർമ നൽകുന്ന വെൽവെറ്റ് തുണി കൊണ്ട് പൊതിഞ്ഞ് നന്മയുടെ സുഗന്ധവും അതിൽ നിന്നും ഉയർന്നു. സാത്താന്റെ നിഷ്ഠൂരമായ ക്രൂരതയിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് ദൈവത്തിന് സ്നേഹ ശുശ്രൂഷ ചെയ്യുന്നതെന്നും പാപത്തിന്റെ ദുർഗന്ധത്തോട് താരതമ്യം ചെയ്താൽ സ്വർഗീയ സൗരഭ്യം എത്ര മാധുര്യമേറിയതാണെന്നും പൈശാചികമായി കൈയടക്കി വയ്ക്കപ്പെടുന്നതിനേക്കാൾ പരിശുദ്ധമായി സ്നേഹിക്കപ്പെടുന്നതും എത്ര സ്വാതന്ത്ര്യവും ആശ്വാസദായകവുമാണെന്നും അവൾക്ക് അനുഭവവേദ്യമായി തുടങ്ങി. നോക്കൂ, ദൈവത്തിൻ്റെ ഹിതം എത്ര മിതത്വത്തോടെയാണ് വർത്തിക്കുന്നതെന്ന്. ഉടനടിയുള്ള മാനസാന്തരം നിർബന്ധിക്കുന്നവനല്ല ദൈവം. ഒരു ഹൃദയത്തിൽ നിന്ന് ഉടനടി അങ്ങേയറ്റം പ്രതീക്ഷിക്കുന്നുമില്ല. കാത്തിരിക്കാൻ അവൻ തയ്യാറാണ്. കാത്തിരുന്ന് തൃപ്തനാകുന്നവനാണ്. വഴിതെറ്റിയ സ്ത്രീ നേർവഴിയിൽ എത്തുന്നതിനായി സമനില തെറ്റിയ സ്ത്രീക്ക് സുബോധം വീണ്ടും കിട്ടുന്നതിനായി അവൻ കാത്തിരിക്കുന്നു. നിരാശയിലാണ്ട അമ്മ അവൾക്ക് ക്ഷമ കൊടുക്കാമെന്ന് പറയുന്നത് കൊണ്ട് അവൻ സംതൃപ്തനാണ്. നിനക്ക് ക്ഷമിക്കാൻ കഴിയുമോ എന്ന് മാത്രമേ ഞാൻ അവളോട് ചോദിച്ചുള്ളൂ. മനുഷ്യരുടെ രീതി അനുസരിച്ചാണെങ്കിൽ ഞാൻ എത്രയധികം ചോദ്യങ്ങൾ അവളോട് ചോദിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഞാൻ ദൈവികമായ രീതിയിലാണ് നിങ്ങളുടെ ശക്തി അളക്കുന്നത്. മനസ്സ് തകർന്നിരുന്ന ആ അമ്മ ക്ഷമിക്കുകയാണെങ്കിൽ അതുതന്നെ ഒരു വൻ വിജയമാണ്. അതുമാത്രമേ ഞാൻ ആ സമയം അവളോട് ആവശ്യപ്പെട്ടുള്ളൂ. അവളുടെ മകനെ തിരിച്ചു കൊടുത്ത ശേഷം ഞാൻ അവളോട് പറഞ്ഞത്: പരിശുദ്ധമായിരിക്കുക, നിന്റെ ഭവനവും പരിശുദ്ധമാക്കി സൂക്ഷിക്കുക എന്നാണ്. എന്നാൽ വേദനയുടെ ആധിക്യം അവളുടെ മനസ്സിനെ തകർത്തിരുന്ന സമയത്തും കുറ്റവാളിയോട് ക്ഷമിക്കണമെന്നും മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. അന്ധകാരത്തിൽ ഇരുന്നിട്ട് വെളിച്ചത്തിലേക്ക് കഷ്ടിച്ചു വരാൻ ആരംഭിക്കുക മാത്രം ചെയ്തിട്ടുള്ളവരോട് ഉടനടി എല്ലാം ചെയ്യാൻ ആവശ്യപ്പെടരുത്. ആ അമ്മ പിന്നീട് പരിപൂർണ പ്രകാശത്തിലേക്ക് വരും. മരുമകളെയും കുട്ടികളെയും ആ പ്രകാശത്തിൽ എത്തിക്കും. തൽക്കാലത്തേക്ക് പ്രകാശത്തിൻ്റെ ആദ്യ കതിരുകൾ മാത്രം കണ്ണീരുകൊണ്ട് കാഴ്ചയില്ലാതിരിക്കുന്ന അവളുടെ കണ്ണുകളിലെത്തിച്ചാൽ മതി. അതായത് ദൈവത്തിൻ്റെ ദിനം ആരംഭിക്കുന്ന ക്ഷമയെന്ന പുലരി. അവിടെ സന്നിഹിതരായിരിക്കുന്ന ഒരാൾ മാത്രം യൂദാസിനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൂടിയിട്ടുള്ള ജനങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പസ്തോലൻ്റെ അധ്വാനമെല്ലാം നിഷ്ഫലമാക്കുന്ന ആരെങ്കിലും എപ്പോഴും കാണും. എന്നാൽ അപ്രകാരമുള്ള പരാജയ നിമിത്തം നിങ്ങൾ മനസ്സിടിവുള്ളവരാകരുത്. അപ്പസ്തോലൻ എല്ലാം നേടുന്നയാളാണെന്നും ഭാവിക്കരുത്. അയാൾക്കെതിരെ പൊരുതുന്ന അനേകം ശത്രുശക്തികളുണ്ട്. പല പേരുകളാണ് അവയ്ക്കുള്ളത്. നീരാളിയുടെ കാലുകൾ കൊണ്ട് എന്ന പോലെയുള്ള അവരുടെ പിടിയിൽ നിന്നും നിങ്ങൾ വിടുവിച്ച് ഇരയെ അവൾ അള്ളിപ്പിടിക്കും. എങ്കിലും അപ്പസ്തോലന് പ്രതിസമ്മാനമുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോകുകയില്ല, കാരണം എനിക്കറിയാം അവിടെ ഒരുത്തരെയും മാനസാന്തരപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല എന്ന് പറയുന്ന ഒരു അപ്പസ്തോലൻ. ഹാ കഷ്ടം! ഇയാൾ വളരെ വില കുറഞ്ഞ അപ്പസ്തോലനാണ്. 1000-ൽ ഒരാൾ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂവെങ്കിലും അവിടേക്ക് പോകണം. അവൻ്റെ ആ ദിവസത്തെ അധ്വാനം 1000 പേരും രക്ഷിക്കപ്പെട്ടാലെന്ന പോലെ ഫലദായകമായിരിക്കും. കാരണം ആ ഒരുവനെ പ്രതി തനിക്ക് ചെയ്യാമായിരുന്ന സകലതും അയാൾ ചെയ്തു. അതാണ് ദൈവം ആവശ്യപ്പെടുന്നത്.
ഇനി ഇതും ഓർത്തുകൊള്ളണം, ചിലപ്പോൾ മാനസാന്തരം ഉണ്ടാക്കുവാൻ അപ്പസ്തോലനെ കൊണ്ട് സാധിക്കില്ല. കാരണം മാനസാന്തരം ആവശ്യമുള്ള മനുഷ്യനെ സാത്താൻ ശക്തിയായി പിടിച്ചു വച്ചിരിക്കുകയാണ്. അതിനെതിരെ അപ്പസ്തോലന്റെ ശക്തി പോരാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ദൈവം ഇടപെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ദൈവത്തെക്കാൾ വലിയവൻ ആര്? അപ്പസ്തോലൻ നന്നായി അഭ്യസിക്കേണ്ട വേറൊരു കാര്യം സ്നേഹമാണ്. ശരിക്കും നല്ല സ്നേഹം സഹോദരങ്ങളുടെ ഹൃദയങ്ങളെ സ്നേഹിക്കുന്ന രഹസ്യ സ്നേഹമല്ല. നല്ല സഹോദരന്മാർക്ക് രഹസ്യ സ്നേഹം മതിയാകും. എന്നാൽ അപ്പസ്തോലൻ ദൈവത്തിൻ്റെ പണിക്കാരനാണ്. അയാൾ പ്രാർത്ഥന മാത്രം മതി എന്ന് പരിധി വെക്കരുത്. അയാൾ പ്രവർത്തിക്കണം. വലിയ സ്നേഹം കൊണ്ട് പ്രവർത്തിക്കണം. കാർക്കശ്യം അപ്പസ്തോല വേലയെ മരവിപ്പിച്ചു കളയുന്നു. പ്രകാശത്തിലേക്കുള്ള ആത്മാക്കളുടെ നീക്കത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് കാർക്കശ്യമല്ല സ്നേഹം, ദുഷ്ടവികാരങ്ങളുടെ ആളിക്കത്തലിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന കത്താത്ത തുണി സ്നേഹമാണ്. മാനുഷികവും സാത്താന്റേതുമായ ദുഷിപ്പുകൾ നിന്നിലേക്ക് പ്രവേശിച്ച് നിന്നെ ദുഷിപ്പിക്കാതെ കാത്തു സംരക്ഷിക്കുന്ന കട്ടികൂടിയ സത്തയാണ് സ്നേഹം. ഒരാത്മാവിനെ നേടുന്നതിന് അതിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നീ പഠിക്കണം. ഒരാത്മാവിൻ്റെ മേൽ വിജയിക്കുന്നതിന് സ്നേഹിക്കാൻ അതിനെ അഭ്യസിപ്പിക്കണം. ദൈവത്തെ സ്നേഹിക്കാനും പകരമായ അതിൻ്റെ ചപല സ്നേഹങ്ങൾ നിരാകരിക്കാനും സഹായിക്കണം. ഞാൻ മേരിയുടെ ആത്മാവിനെ നേടാൻ ആഗ്രഹിച്ചു. എൻ്റെ കൊച്ചു ജോണെ, നിന്നോട് ഞാൻ വർദ്ധിച്ചതുപോലെ ഒരു അധ്യാപകനെ പോലെ സംസാരിക്കുകയില്ല. അവളോട് ഞാൻ ചെയ്തത്, അവളെ അന്വേഷിച്ച് പാപത്തിൻ്റെ വഴികളിലേക്ക് ഞാൻ താണിറങ്ങി. എൻ്റെ സ്നേഹം കൊണ്ട് അവളെ ഞാൻ പിന്തുടരുകയും പീഡിപ്പിക്കുകയും ചെയ്തു. ദയാദ്രമായ ഒരു പീഡനം പരിശുദ്ധയാകുന്ന ഞാൻ അശുദ്ധിയാകുന്ന അവളെ പിന്തുടർന്നു. എവിടെ അശുദ്ധിയായിരുന്നോ അവിടെ എത്തി എന്നെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ ഇടർച്ചയുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെട്ടില്ല. എനിക്ക് ഇടർച്ചയൊന്നും ഉണ്ടാകുകയില്ല, കാരണം ഞാൻ കരുണയാകുന്നു. കാരുണ്യം പാപം കണ്ട് കരയുന്നു, എന്നാൽ അത് നിമിത്തം ഇടർച്ചയുണ്ടാകുന്നില്ല. ഇടർച്ച എന്ന മറയുടെ പിന്നിൽ പതിഞ്ഞിരുന്ന് ഒരാത്മാവിനെ കൈവിട്ടു കളയുന്ന ഇടയന് ദുരിതം. ശരീരത്തെക്കാൾ എളുപ്പമുയരുന്നത് ആത്മാവാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ദയാപൂർവമായ ഈ വാക്കുകൾ എൻ്റെ സഹോദരി, നിന്റെ തന്നെ നന്മയ്ക്കായി നീ എഴുന്നേൽക്കൂ. മിക്കപ്പോഴും അത്ഭുതം തന്നെ ചെയ്യുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? മറ്റുള്ളവരുടെ ഇടർച്ചയെക്കുറിച്ച് എനിക്ക് ഭയമില്ലായിരുന്നു. എൻ്റെ പ്രവൃത്തി ദൈവതൃക്കണ്ണുകളിൽ നീതീകരിക്കപ്പെട്ടിരുന്നു. നല്ല നല്ല ആളുകൾ അത് മനസ്സിലാക്കുകയും ചെയ്തു. ദുഷിച്ച മനസ്സുള്ള ഒരു മനുഷ്യൻ, തിന്മ ഉള്ളിൽ തിളച്ചുമറിയുന്നവർ, അഴിമതി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് അത് വെളിയിലേക്ക് ആവിയായി വിട്ടുകൊണ്ടിരിക്കുന്നവൻ ഒരു പ്രാധാന്യവും ഇല്ലാത്തവനാണ്. അങ്ങനെയുള്ള ഒരുവൻ ദൈവത്തിൽ പോലും കുറ്റം കണ്ടുപിടിക്കും. അവന് കുറ്റമില്ലാത്തവനായി പരിപൂർണനായി താൻ മാത്രമേ ഉള്ളൂ. അതിനാൽ അങ്ങനെയുള്ളവരെ ഞാൻ ശ്രദ്ധിച്ചതേയില്ല. ഒരാത്മാവിൻ്റെ രക്ഷയ്ക്കായുള്ള വേലയിലെ 3 ഘടകങ്ങൾ ഇവയാണ്. 1. വളരെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടായിരിക്കണം. അപ്പോൾ നിശബ്ദമാക്കാനുള്ള എതിർപ്പുണ്ടാകുമോ എന്ന് ഭയപ്പെടാതെ സംസാരിക്കാൻ കഴിയും. ഒരു ജനസമൂഹത്തോട് മുഴുവൻ സംസാരിക്കാൻ കഴിയത്തക്ക വിധം സത്യസന്ധമായി സംസാരിക്കണം. നമ്മുടെ ഭൗതികമായ വള്ളത്തിനു ചുറ്റും കുടിയിരിക്കുന്നവരോട് പറയുന്ന വാക്കുകൾ തിരമാലയുടെ വലയങ്ങളിലൂടെ ദൂരം പോയി ചെളി പിടിച്ച തീരങ്ങളിലും എത്തും. സത്യമറിയാൻ ആഗ്രഹിക്കാത്തവർ ആ ചെളിക്കുണ്ടിൽ കിടക്കുകയായിരിക്കും. കട്ടിപിടിച്ച ഭൂമിയെ പൊടിച്ച് വിത്ത് സ്വീകരിക്കാൻ അതിനെ ഒരുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി. അത് ചെയ്യുന്നവനും അത് സ്വീകരിക്കുന്നവനും ഒരുപോലെ ബുദ്ധിമുട്ടുള്ള പണി. കാരണം വാക്കുകൾ മൂർച്ചയുള്ള കലപ്പയെ പോലെ ശ്രോതാവിനെ മുറിപ്പെടുത്തണം. എങ്കിലേ അവൻ്റെ ഹൃദയം തുറക്കുകയുള്ളൂ. ഞാൻ ഗൗരവമായി പറയുന്നു, ഒരു നല്ല അപ്പസ്തോലന് ദുഃഖമുണ്ട്. അയാളുടെ ഹൃദയം രക്തം ചൊരിയുന്നുണ്ടാവും. മറ്റൊരാളെ തുറവിയുള്ളവനാക്കാൻ ദുഃഖിപ്പിക്കേണ്ടി വരുന്നല്ലോ എന്നുള്ള ചിന്ത നിമിത്തം. എന്നാൽ ആ ദുഃഖം വളരെ ഫലദായകമാണ്. ഒരു അപ്പസ്തോലന്റെ കണ്ണീരും രക്തവും നിമിത്തം പാഴ്ഭൂമി വളഭൂമിയായി തീരും. രണ്ടാമത്തെ മാർഗം ഇതാണ്. സ്വന്തം ദൗത്യത്തെക്കുറിച്ച് കാര്യമായ ബോധ്യമില്ലാതെ സ്ഥലം വിടുന്ന ഒരു അപ്പസ്തോലന്റെ സ്ഥാനത്ത് ആ ജോലി ഏറ്റെടുക്കണം. കളകൾ വേരോടെ പറിച്ച് നശിപ്പിക്കാൻ പുറം പൊട്ടുന്ന വിധം ജോലി ചെയ്യേണ്ടി വരും.
മുള്ളുകളും തറഞ്ഞു നിൽക്കുന്ന പുല്ലും എല്ലാം നീക്കി സ്ഥലം തെളിച്ച് ഉഴവു നടത്തി ദൈവത്തിൻ്റെ ധാരാളമായ കൃപാവരവും ശക്തിയും സൂര്യപ്രകാശം പോലെ ആ സ്ഥലത്ത് പതിക്കാൻ അധ്വാനിക്കണം. അതേസമയം തന്നെ ഒരു ജഡ്ജിയെയും ഡോക്ടറെയും പോലെ കാഠിന്യവും കാരുണ്യവും കാണിക്കുകയും ആത്മാവിന് അതിൻ്റെ തകർച്ചയിൽ നിന്ന് ഉയർന്ന് തീരുമാനങ്ങൾ എടുത്തു കഴിയുന്നതുവരെ നിശ്ചയദാർഢ്യത്തോടെ കാത്തിരിക്കുകയും വേണം. മൂന്നാമത്തെ ഉപാധി ഹൃദയത്തിൽ അനുദപിച്ച് ലജ്ജയോടുകൂടെ തന്നെ ഓടിച്ചു വിടുമോ എന്ന് പേടിച്ച് കുറ്റങ്ങളോർത്ത് കരഞ്ഞ് അപ്പസ്തോലൻ്റെ പക്കലേക്ക് ഒരാത്മാവ് വരുമ്പോൾ അപ്പസ്തോലൻ്റെ ഹൃദയം സമുദ്രത്തേക്കാൾ വിശാലമായിരിക്കണം. ഒരമ്മയുടെ ഹൃദയത്തേക്കാൾ ശാന്തതയുള്ളതായിരിക്കണം. ഒരു വധുവിൻ്റേതിനേക്കാൾ സ്നേഹമയമായിരിക്കണം. ആ ഹൃദയം പൂർണ്ണമായി തുറന്ന് കാരുണ്യത്തിൻ്റെ അലമാലകൾ അതിൽ നിന്നും ഇടതടവില്ലാതെ ഒഴുക്കണം. സ്നേഹം തന്നെയായ ദൈവം നിന്നോടുകൂടിയുണ്ടെങ്കിൽ, നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആത്മാക്കളോട് പറയേണ്ട വാക്കുകൾ നിനക്ക് എളുപ്പത്തിൽ കിട്ടും. ദൈവമായിരിക്കും നിന്നിൽ സംസാരിക്കുന്നതും തേൻകൂട്ടിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീഴുന്നത് പോലെ, കുപ്പിയിൽ നിന്നും തൈലം ഊറുന്നത് പോലെ സ്നേഹം ഉണങ്ങി വരേണ്ട അതരങ്ങൾ ഉതിരും. അത് മുറിവേറ്റ ആത്മാക്കളിലേക്ക് പകർന്ന് അവർക്ക് ആശ്വാസവും ഔഷധവുമായി ഭവിക്കും. ആത്മാക്കളുടെ വിഷകുരന്മാരായ നിങ്ങൾ പാപികളാൽ സ്നേഹിക്കപ്പെടാൻ ശ്രമിക്കണം. വേറൊരു ഭക്ഷണവും ഇനി അവർ അന്വേഷിക്കാൻ ഇടയാകാത്ത വിധത്തിൽ സ്വർഗീയ സ്നേഹത്തിനായി അവർ ദാഹിക്കട്ടെ. നിങ്ങളുടെ കാരുണ്യത്തിൽ വലിയ ആശ്വാസം അവർക്ക് അനുഭവവേദ്യമാകുമ്പോൾ അവരുടെ എല്ലാ മുറിവുകൾക്കും ആശ്വാസം അതിൽ തേടും. നിങ്ങളുടെ സ്നേഹം എല്ലാ ഭയത്തിൽ നിന്നും അവരെ സ്വതന്ത്രരാക്കട്ടെ. കാരണം ഇന്നത്തെ ലേഖനത്തിൽ വായിച്ചു കേട്ടതുപോലെ ഭയപ്പെടുന്നവൻ ശിക്ഷ പ്രതീക്ഷിക്കുന്നു. ഭയപ്പെടുന്ന എല്ലാവരും സ്നേഹത്തിൽ ഇപ്പോഴും അപൂർണരാണ്. മറ്റുള്ളവർ ഭയപ്പെടാൻ കാരണമാകുന്നവരും പൂർണ്ണരല്ല. നീ എന്താണ് ഈ ചെയ്യുന്നത്? ദൂരെ പോകൂ, നല്ല സ്നേഹം നിനക്ക് രുചിക്കുകയില്ല എന്നിത്യാദി വാക്കുകളൊന്നും പറയരുത്. നേരെ മറിച്ച് എൻ്റെ നാമത്തിൽ ഇങ്ങനെ പറയൂ: സ്നേഹിക്കുക, ഞാൻ നിന്നോട് ക്ഷമിക്കാം. വരൂ, ഈശോയുടെ കരങ്ങൾ നിന്നെ സ്വീകരിക്കാൻ നീട്ടിയിരിക്കുന്നു. മാലാഖമാരുടെ ഈ അപ്പവും ഈ വചനവും ആസ്വദിക്കുക. നരകത്തിലെ കൂവലും സാത്താൻ്റെ പരിഹാസവും വിസ്മരിക്കുക. മറ്റുള്ളവരുടെ ബലഹീനതകൾ വഹിക്കൂ. ഒരപ്പസ്തോലൻ തൻ്റെയും മറ്റുള്ളവരുടെയും ബലഹീനതകൾ വഹിക്കണം. തൻ്റെയും മറ്റുള്ളവരുടെയും കുരിശുകൾ വഹിക്കണം. മുറിവേറ്റ ആടിനെയും തോളിൽ വഹിച്ചുകൊണ്ട് എൻ്റെ പക്കലേക്ക് വരുന്ന വഴിയിൽ ഇങ്ങനെ പറയൂ: എല്ലാം അവിടുന്ന് ഇപ്പോൾ മറന്നിട്ടുണ്ട്. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടി മാത്രം. നിന്നെ കാത്തിരിക്കുന്ന അവൻ്റെ പക്കലെത്തിക്കാനുള്ള ഒരു പാലം മാത്രമാണ് ഞാൻ. അനുതാപ കണ്ണീരിൻ്റെ പുഴയുടെ മറുകരയിലാണവൻ നിന്നെ കാത്തിരിക്കുന്നത്. നിന്നെ വിശദമായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് അവൻ നയിക്കും. അവ ഭൂമിയിൽ ആരംഭിച്ച് സ്വർഗത്തിലേക്ക് നീണ്ടു പരന്നു കിടക്കുന്നു. ആനന്ദ സംദായകമായ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന പോഷണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്വർഗീയ പുൽമേടുകൾ ഇതിൻ്റെ വ്യാഖ്യാനം തരുന്നു. നല്ലിടയനോട് വിശ്വസ്തരായ ആത്മാക്കൾക്ക് ഇതത്ര പ്രസക്തമല്ല. എന്നാൽ എൻ്റെ കൊച്ചു മണവാട്ടി, ഈ വാക്കുകൾ നിന്റെ ആത്മീയ പിതാവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പ്രകാശം അവനിൽ വർദ്ധിക്കുകയും അവൻ്റെ വിധികൾ തന്മയിലേക്ക് വരാൻ അനേകർക്ക് പ്രേരകമാകുകയും ചെയ്യും. ഞാൻ പറഞ്ഞ സ്വർഗീയ മഞ്ഞുതുള്ളിയാകും ചൂഴ്ന്നിറങ്ങുകയും ദൂഷിപ്പിക്കുകയും ചെയ്ത് വാടിയ പൂക്കളെ അത് വീണ്ടും ജീവനുള്ളവയാക്കി നേരെ നിർത്തും. നിങ്ങളുടെ ശിരസ്സുകൾ ഉയർത്തു, സ്വർഗം മുകളിലാണ്. സമാധാനത്തിൽ പോകുക. മേരി, കർത്താവ് നിന്നോടുകൂടെ.